ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങളോടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും ആവും കേട്ടോ, അതായത് മെൻ ഓർ വുമൻ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവും എന്നെനിക്ക് പറയാൻ കഴിയില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് ഏത് സമയത്താണോ നിങ്ങളുടെ കൈകളിൽ എത്തുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും, മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ഇത് കാണാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ എനർജി ചാനലൈസ് ചെയ്യാൻ എനിക്ക് കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ എനർജി എനിക്കിവിടെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ജനറൽ റീഡിംഗ് ആണ് എന്ന് എടുത്തു പറയുന്നത്. കാരണം നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ, അതായത് നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടണമെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ എനർജി ഇവിടെ വരൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം. നമുക്ക് ആദ്യത്തെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരാണോ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ കിട്ടിയിരിക്കുന്നത് ദ ടവർ എന്നാണ്. ദ ടവർ എന്ന് പറയുമ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നു ആള്. അതായത് ഒരു കുഴിയിലേക്ക് വീണ് കിടക്കുന്നു എന്നാണ്. നമുക്ക് ഈ കാട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഒരു കുഴിയിൽ ഒരു മുയൽ കിടക്കുന്ന, നമ്മൾ മുകളിലേക്ക് നോക്കുന്നു, അതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഒരു കുഴിയിൽ അകപ്പെട്ട പോലെ, അഗാധമായ ഒരു ഗർത്തത്തിൽ അകപ്പെട്ടു പോയതുപോലെ ഉള്ള ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തൊക്കെയോ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധമാകാം, നിങ്ങളുടെ റിലേഷൻഷിപ്പാകാം, ഇവിടെ സിംഗിളാകാം, മാരീഡാകാം, അതുപോലെ അതർ റിലേഷൻഷിപ്പ് എന്തുമാകാം. നിങ്ങളെ ഏത് ബന്ധത്തെക്കുറിച്ചാണോ ഉള്ളിൽ ചിന്തിക്കുന്നത് ആ ബന്ധം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ദ ടവർ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ആ വ്യക്തി നിൽക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് ഈ കാർഡ് കൊണ്ട് പറയാവുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ കാലം, ഇതിനൊരു സമയം ഇങ്ങതാണ്, എനിക്കതിനൊരു കറക്റ്റ് ടൈം എനിക്ക് വരും, എനിക്കതിന് സമയം ഞാൻ കാത്തിരിക്കുകയാണ്. അത് എന്ത് തന്നെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും കാലം അതൊക്കെ മാറ്റിമറിക്കും, എനിക്കനുകൂലമായിട്ട് അത് കൊണ്ടുവരും എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ്. ഓക്കെ, ഫീലിംഗ് എന്താണ്? ദ ചെറിയോട്ട് എന്നാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിൽ എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹം അത്രമേൽ തീഷ്ണമാണ് എന്ന് കാണിക്കുന്നു. ചെറിയോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ കാർഡ് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. 2 ഓഫ് സ്വോർഡ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. 2 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കുഴങ്ങുന്നു എന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുഴിയിൽ അകപ്പെട്ട് കിടക്കുകയാണ്, അവിടെ നിന്ന് എങ്ങനെ കരയ്ക്ക് കയറാം എന്നാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അത് ഏത് വിഷയത്തിലാണെങ്കിലും, കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഏതിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നില്ല ഇവിടെ എന്നാണ്. കൊത്തി വലിക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പുറം ഇങ്ങനെ മുടി പിടിച്ച് വലിച്ചിട്ട്, അതായത് ഭ്രാന്ത് കയറുന്ന പോലെയാണ്, ചിന്തകൾ കൊണ്ട് ഭ്രാന്ത് കയറുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല.
ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഈ ബന്ധം അറ്റുപോയി എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പിലായിരിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാവും, നിങ്ങൾക്ക് അറിയാവുന്നത്. നിങ്ങൾ ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ അവസ്ഥയിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല എന്ന ഒരു അവസ്ഥയിലിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ചിന്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല, അത്രയ്ക്കും തീക്ഷ്ണമായ ചിന്തകളിൽ പെട്ടുഴലുന്നു. അതിനൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഒരു ഒന്ന് ഈ അവസ്ഥയിൽ നിന്നൊന്ന് കരകയറണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പിന്നെ എന്താ പറയുക, ഊർജം ഒക്കെ ആവാഹിച്ചെടുക്കുന്നു, ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ്. നൈറ്റ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യുവാനുള്ള ആ ഊർജം സംഭരിക്കുന്നുണ്ട്. ആ കുഴിയിൽ കിടന്നിട്ടാണെങ്കിലും അത് സംഭരിക്കുന്നുണ്ട്. ചിന്തകൾ വേട്ടയാടുന്നുണ്ട് എങ്കിലും ആള് ആ ഒരു എനർജിയൊക്കെ സംഭരിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ വെട്ടം കുറച്ച് കുറവാണ്. അപ്പോൾ കിങ് ഓഫ് സോർഡ്സ് ആണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി എന്തും ചെയ്യും. അതിനു വേണ്ടി ഒരു രാജാവിൻ്റെ പവർ വേണമെങ്കിലും ഞാനിവിടെ എടുക്കും. ഞാൻ എവിടെ കിടക്കുന്നു എന്നതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. ഞാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അടുത്ത് അത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ കണ്ടു നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന്, ചിന്തിക്കുന്നു നിങ്ങളോട്. അതായത് ഇത് കാലം എനിക്ക് അനുകൂലമാക്കി എല്ലാം കൊണ്ട് തരും എൻ്റെ കയ്യിൽ എന്ന് തന്നെ ചിന്തിക്കുന്നു. ഇങ്ങനെ 3 കാർഡ്സാണ് നമ്മൾ അതിന് വേണ്ടി എടുത്തത്. നെക്സ്റ്റ് കാർഡ് എടുത്തിരിക്കുന്നത് നമ്മൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ട് ഉന്നതി പ്രാപിക്കണമെന്നും പിന്നെ അതിലൂടെ എല്ലാവർക്കും ദാനധർമ്മങ്ങൾ ചെയ്യണമെന്നും നല്ല രീതിയിലാണ് ചിന്തകളൊക്കെ വരുന്നത്. പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് അദ്ദേഹത്തിനുള്ളത് അല്ലെങ്കിൽ അവർക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്കും സാമ്പത്തിക സഹായങ്ങൾ ചെയ്ത് തരണമെന്ന് തന്നെയാണ് ആഗ്രഹം ഉള്ളത്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് ചെയ്ത് തരണം എന്ന് തന്നെ കരുതുന്നു. അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവിടെ ഒരു 2 കൈയും അതിനകത്തൊരു ലവ് ചിഹ്നമൊക്കെ കാണുന്നുണ്ട്. വെട്ടം കുറച്ച് കുറവാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്താണെന്നറിയില്ല. ഇതാ കണ്ടില്ലേ? യെസ്, ഇതാണ്. അപ്പം ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ വെച്ച് നിങ്ങൾ അയാളുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രണയം ഇങ്ങനെ എന്താ പറയുക, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും മറക്കാനാവാതെ നിങ്ങളെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാനാണ്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു, നമ്മളെ എനർജിയൊക്കെ സംഭരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ കിടന്നുകൊണ്ട് ശാന്തമായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇങ്ങനെ ഇതിനൊരു പിന്നെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇതിനൊരു അവസാനം കാണണം എന്നുള്ള രീതിയിൽ വളരെ ആലോചിച്ച് ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്നും കൂടി നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി ഫീലിങ്സ് ആണ് നമ്മളോട് പറയുന്നത്. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം നമുക്കിവിടെ ഒരു കൊളാബറേഷനാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ട് ഇതുമാതിരി ഒന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ആ ആഗ്രഹം ഇവിടെ വളരെ പ്രകടമാക്കി നമുക്ക് കാർഡ് തെളിയിക്കുന്നു എന്ന് കാണിക്കാം. 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ചെറിയ ഒരു റോങ് ഉണ്ട്. അതായത് ചില ഓപ്ഷൻ്റെ പുറകെ നടന്നതുകൊണ്ട് തന്നെ സംഭവിച്ച ചില പാളിച്ചകളാണ് എന്ന് ആൾ മനസ്സിലാക്കുന്നു. ചില ഓപ്ഷനിലേക്ക് പോയി. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തികൾ മാത്രമായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ ഓടിക്കണം. അതായത് ഒരു പക്ഷേ ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പുറകെ ഓടി തളർന്നു എന്നും പറയാം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയും പറ്റിപ്പോയത് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ് എന്നോർത്തിപ്പോൾ വിലപിക്കുന്നു എന്നാണ്. സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ, നല്ല പോലെ സങ്കടപ്പെടുന്നുണ്ട്. കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ നല്ല ഒരു എന്താ പറയുക, നിരാശയൊക്കെ ഉണ്ട്. നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഓപ്ഷൻ്റെ പുറകെ പോയതിൻ്റെ പേരിൽ സംഭവിച്ചതാണ് എന്ന് പുള്ളി മനസ്സിലാക്കുന്നു എന്ന് കാണിക്കുന്നു. ഓക്കെ, ക്യൂൻ ഓഫ് വാൻസ്. എന്നാലും
പ്രതീക്ഷ വിട്ടിട്ടില്ല. കൈവെള്ളയിൽ ഇങ്ങനെ ആ ഒരു എനർജി കയ്യിലിങ്ങനെ പിടിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. എന്നെ മറക്കില്ല, എന്നെ മറക്കില്ല, എന്നെ മറക്കില്ല. കാരണം അത്രമാത്രം സ്നേഹിച്ചിരുന്നവരാണ് ഞങ്ങൾ, ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. ആ ഒരു പ്രതീക്ഷ ഒരു തീനാളം പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ നിങ്ങളുടെ പാർട്ട്ണറുടെ ഉള്ളം കയ്യിലാണ് നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഇപ്പോഴുമുണ്ട്. എന്നെ വിട്ടു പോവില്ല അവൻ അല്ലെങ്കിൽ അവൾ, എന്നെ വിട്ടു പോവില്ല. അതെൻ്റേതാണ്. അതിവിടെ ജ്വലിക്കുകയാണ്, ഉള്ളം കയ്യിൽ വെച്ചിട്ട് ജ്വലിക്കുകയാണത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്കുണ്ട്. ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. മാരേജ് ആണ്, അല്ലെങ്കിൽ മാരീഡായ ആൾക്കാരാണെങ്കിൽ പിരിഞ്ഞു മാറി നിന്നിരുന്നു എങ്കിൽ നിങ്ങളുടെ ഫാമിലി ഒരുമിച്ച് വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ആ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് താലോലിക്കുന്നു എന്നാണ്. അപ്പം നമുക്ക് ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇതിൽ കൂടുതൽ നമുക്കൊരു കാർഡ് റിലേഷൻഷിപ്പിൽ വരാനില്ല. കാരണം ഇപ്പോൾ 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയുള്ള ഒരു ബന്ധത്തെ കുറിക്കുന്നു. എല്ലാ പ്രോസ്പെരിറ്റീസും ഇവിടെ വരുന്നു. കാരണം സ്നേഹം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു മാസ്മരിക ശക്തി ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ഫാമിലി ആണെങ്കിലും ശരി, ഇനി ലവേഴ്സ് ആണെങ്കിലും ശരി, ഇനി ഏത് ബന്ധമാണെങ്കിലും സ്നേഹത്തിന് അമൂല്യമായ ആ ഒരു ആകർഷണവും അതുപോലെ തന്നെ ഒരു ശക്തിയുമുണ്ട്. വല്ലാത്തൊരു ശക്തിയാണ് അതിന്. ആ സ്നേഹമുള്ളിടത്ത് മാത്രമാണ് അവിടെ ഐശ്വര്യവും സന്തോഷവും അവിടെ ധനവും അബണ്ടൻസ് പ്രോസ്പെരിറ്റീസ് കംപ്ലീറ്റ് അതെല്ലാം കൂടി ഫുൾഫിൽ ആകുന്ന ഒരു അവസ്ഥ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള വൈബാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ കുറച്ച് ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാലും ആ വിഷമത്തിലും കരകയറാനുള്ള അഭിവാഞ്ച ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചിന്ത വളരെ ആലോചിച്ച് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരാൻ എന്ന് പറയുന്നു. ഇപ്പുറത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളാണ് ഏറ്റവും വലിയ നിധി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മളുടെ റീഡിങ്. ഓക്കെ, എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവുന്നവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.